അല്ല, ഈ എന്ത് ഡോക്യുമെന്റേഷൻ ആണ്? യേശു ക്രിസ്തുവിന് ആധാർ ഉണ്ടാവും? യേശു ക്രിസ്തുവിന്റെ അളിയനല്ല പുസ്തകം എഴുതിയത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്നത് ബാലരാമാമർ ചിത്രത്തെ വെച്ചാണ് തർക്കിക്കുന്നത്. ഞാൻ ഇനി ഒറ്റ ചോദ്യത്തിൽ ഇത് ഫുള്ള് തീർക്കാം. ഒറ്റ ചോദ്യം, അങ്ങ് കൃത്യമായി സ്പോണ്ടേനിയസ്ലി മറുപടി വരുന്നത് എന്റെ റാപ്പിഡ് ഫയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ? യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ ഇങ്ങനെ ഒരു ചരിത്ര പുരുഷനെ ഇല്ലല്ലോ. അയ്യോ, ആര് പറഞ്ഞു യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ ഇല്ലെന്ന് പറയാൻ? എന്ത് മാനദണ്ഡത്തിലാ പറയണേ? മാനദണ്ഡം പറയാം. നമ്മുടെ നാട്ടിലത്തെ ഹിസ്റ്ററി മാതിരിയല്ല. റോമൻ ഹിസ്റ്ററി 700 BC തൊട്ട് ഡോക്യുമെന്റഡ് ആണ്. അതിലൊന്നും യേശു ക്രിസ്തു റോമൻ അല്ല. യേശു ക്രിസ്തു റോമൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ജൂതനായ നസറാത്തുകാരനെ ഭരണം അവരുടെയാണെന്നല്ലേ ഉള്ളൂ. പക്ഷെ തങ്ങളോട് റിബൽ ചെയ്യുന്ന ജൂതന്മാരുടെ, യേശു ക്രിസ്തു ജൂതനാണല്ലോ, ജൂതന്മാരുടെ നേതാവിനെ റോമക്കാരെന്തിനാ ഡോക്യുമെന്റ് ചെയ്യുന്നത്? തീർന്നില്ല. ഇനി തീർന്നില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിക്ക് പ്രോമിനൻസ് വരുന്നത് AD 400 കോൺസ്റ്റന്റൈന്റെ മതപരിവർത്തനവും കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്തതിനു ശേഷമാണ്. കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്യുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ചരിത്ര പശ്ചാത്തലവും മറ്റും കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേഗൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള സംസ്കാരവും കാര്യങ്ങളുമാണ്. അതിനുശേഷം കുറെ കൂടെ ക്രോഡീകൃതമായ ആത്മീയമായ സ്പിരിച്വൽ ആയ ഒരു സാധനം വരുന്നു. ഇതുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അല്ല, അതിനു മുമ്പ് 400 വർഷത്തോളം ഇതിൽ പോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാപ്പസിയും കോൺസ്റ്റന്റൈനും ഉണ്ടാകുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ? ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനില്ല. അപ്പൊ ആരോ ഒരാൾ ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ട് വരുന്നത്. ആരോ ഒരാൾ ഉണ്ടായിരുന്നില്ലേ? ആ ആളെ നിങ്ങൾ യേശു എന്ന് വിളിച്ചോളൂ, ഗ്രീക്കിൽ ജീസസ് എന്ന് വിളിച്ചോളൂ, മലയാളത്തിൽ യേശു എന്ന് വിളിച്ചോളൂ, ഇനി ഈസ എന്ന് വിളിച്ചോളൂ, പേരെന്ത് വിളിച്ചാലും ഇങ്ങനെ ഒരു വ്യക്തിത്വപരമായ ഒരാളില്ല എന്ന് പറയുമ്പോൾ അതെന്തിനാ പ്രകോപനപരം? അല്ല, എന്താണ് അതൊന്ന് ബൗദ്ധികമായ തെറ്റാണ്, അതൊന്ന് ഇന്റലക്ച്വലി റോങ് ആണ്. ഞാൻ അതാ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം AD 52 തോമസ് ലീഹ വന്നു എന്നാണ്. അല്ല, അതിനെപ്പറ്റി ക്രിസ്ത്യൻ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഒരു സെന്റ്, അവിടെയാണ് അടുത്ത ചോദ്യം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറയുന്നത്. അതിന് എന്തിനാണ് പോപ്പിന്റെ അംഗീകാരം? ഈ യുക്തിവാദികൾ എന്നുകൊണ്ടാ പോപ്പിന്റെ വാക്കുകൾ ഫൈനൽ വാക്കായിട്ട് എടുത്തു തുടങ്ങുന്നത്? പല യുക്തിവാദികളും ഇത് പറയുന്നുണ്ട്. അതായത് കണ്ടോ, വത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ? അതായത് കത്തോലിക്കരല്ല, ഇവിടെ വന്ന ഓർത്തഡോക്സ് ചർച്ചിന്റെ പാരമ്പര്യമാണ് ഇവരെന്ന് പറയുന്നത്. AD 52 തോമസ് ലീഹ വന്നു എന്ന് പറയുന്നു. ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ. എന്തായാലും AD 100 മുതൽ 150 മുതൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. AD 52 ഞാൻ വിശ്വസിക്കുന്ന AD 52 തോമസ് ലീഹ വന്നു എന്നും ലോകത്തിലെ ആദ്യ ഒരു ക്രോഡീകൃത സഭ എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. ഈ AD 100 മുതൽ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു ഫിഗർ ഉണ്ടായിട്ടല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നത്? ഇല്ലെങ്കിൽ ഉണ്ടാകുമോ? യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്നത് ബാലരാമാമർ ചിത്രത വെച്ചാണ് തർക്കിക്കുന്നത്. ആ ബാലരാമാമർ ചിത്രത പിള്ളേരുടെ ലെവലിലാണ്. ഐഡിയാസിന്റെ ലെവലിൽ, ഫിലോസഫിയുടെ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിലോസോഫിക്കലി ഡിബേറ്റ് ചെയ്യാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് BC 4 മുതൽ AD 28 വരെ ജീവിച്ചിരുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതാണ് ഹിസ്റ്റോറിയൻസ് കൂടുതൽ അഗ്രി ചെയ്യുന്ന ഒരു ഡേറ്റ്. December 25 എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഏതോ ഒരു ഡേറ്റ് പുള്ളി ജനിച്ചില്ലേ? പോപ്പ് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. December 25 അല്ലായിരിക്കും, വേറെ കലണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ? പക്ഷേ ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവൂ? ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്തുമാർഗം ഉണ്ടാവൂ? ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും അവരെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ജൂതന്മാർ വിശ്വസിക്കുന്നത് ഇനി മെഷിഹ വേറെ വരുമെന്ന്. ജൂതന്മാരുടെ ഇടയിൽ ഒരു വലിയ മെസ്സയ്യ അല്ലെങ്കിൽ ഒരു സേവിയർ, പ്രവാചകൻ വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ പ്രവാചകൻ എന്ന്. ആ പ്രവാചകനെ പിന്തുടർന്ന ആൾക്കാർ ക്രിസ്ത്യാനികളായി. അത് സെയിന്റ് പോൾ അടക്കമുള്ളവരുടെ എഫേർട്സ് കൊണ്ട് ഒരു ഓർഗനൈസ്ഡ് റിലീജിയനായി. AD 400 പ്രത്യേകിച്ച് യൂറോപ്പ് ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടതോടുകൂടി ലോകത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വളർന്നു. ഒരു മിഷണറി പ്രവർത്തനം സ്വീകരിച്ചു. ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവില്ലേ? പ്രശ്നം അതല്ല. ഇതിപ്പം രാഹുലിന് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ പോയി നോക്കണം. അവര് പറഞ്ഞു ഞാനിപ്പോ ഒരു ചോദ്യത്തിൽ സെയിന്റ് പോൾ ഉണ്ടായിരുന്നോ? കാര്യം പല രാജ്യങ്ങളിലും യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നുള്ളൂ. സെയിന്റ് പോള് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു സംഭവിക്കുക എന്താ മടി? അങ്ങേട്ടല്ല കേട്ടോ, ഈ ആർഗ്യുമെന്റ് ഉള്ളതാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് സെയിന്റ് പോൾ, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ക്രിസ്ത്യൻ വിരോധികൾ പറഞ്ഞിട്ടുണ്ട് സെയിന്റ് പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്തു ആയത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആണോ അല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം. സെയിന്റ് പോൾ ഉണ്ടല്ലോ, പിന്നെ യേശു ക്രിസ്തു സംഭവിക്കുക എന്താ മടി?
യേശുക്രിസ്തു ഇല്ലെന്ന് പറയുന്നതിന്റെ താങ്കളുടെ അല്ല ഇങ്ങനെ വാദിക്കുന്നവരുടെ ബേസ് എന്താന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുക. രാഹുൽ, അതായത് ഇതെല്ലാം ഈ മതസാഹിത്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ ഫിലോസഫിക്കൽ വാല്യൂ പറ്റിയോ ആ മതം തരുന്ന പോസിറ്റീവ് ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ പറ്റിയോ? ഇവരെല്ലാം ചരിത്ര പുരുഷന്മാർ കൂടിയാണ്. അവർ നിൽക്കട്ടെ, ഇതിന്റെ ഇവര് തന്നിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഒന്നും ഇവിടെ ഡിബേറ്റ് ഇല്ല. അതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് ആവണം, വേണ്ടെന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഇവര് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ആണെന്ന് അംഗീകരിക്കാൻ നമുക്ക് എന്താ മടി? അല്ലാത്തതുകൊണ്ട് അല്ല, ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ സെയിന്റ് പോൾ, അതായത് യേശുവിനെ നേരിട്ട് കണ്ട, അതായത് പോള് സംശയം തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ? എവിടെയാണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ മിറക്കിൾസിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാം. അല്ലെ, ഹിസ്റ്റോറിസിറ്റിയെ പറ്റി സംശയം ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ വളരെ എക്സ്റ്റെൻസീവ്ലി വായിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് വ്യത്യസ്ത തിയറി പോലും ഉണ്ട്. അതായത് യേശു ക്രിസ്തു 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ എവിടെയാന്നുള്ളതിന് ഇതില്ല. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് കുക്കപ്പ് ചെയ്താണ്. കൗണ്ടർ എന്താണെന്നറിയോ? അവർ പറയാതെ പറയുന്ന എന്താ? യുക്തിവാദികൾ അതായത് ചില ബിംബങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കഥയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതാണല്ലോ യുക്തിവാദികളുടെ പ്രധാന വാദം. ഉണ്ടാക്കുന്നൊന്നുമല്ലല്ലോ. പിന്നെ ഈ കഥകൾ യേശു ഇല്ലെന്ന് ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം. യേശു ഒരാളെ ഇല്ല, പിന്നെ ഈ കഥകൾ ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലേ? എന്തോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മതപ്രചാരണത്തിന് വേണ്ടിയോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഈ കഥകളെല്ലാം ഉണ്ടാക്കി എന്നുള്ളതല്ലേ പ്രമേസ്? പിന്നെന്താ? അല്ല, എല്ലാ കഥകളും അങ്ങനെ ഉണ്ടാക്കുന്നതല്ലോ. അതായത് നമ്മൾ ശരി, കഥകൾ ഉണ്ടായി വന്നു അങ്ങനെ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ 12 മുതൽ 30 ദിവസം കൊണ്ട് കഥ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് ബൈബിളിൽ 12 മുതൽ 30 വയസ്സുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശം ഇല്ലാത്തത്? അവരുടെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ബൈബിളിൽ പരാമർശമില്ല. 12 വയസ്സിൽ യേശു ക്രിസ്തുവിനെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ പുരോഹിതനോട് തർക്കിക്കുന്ന കാണുകയാണ്. അവൻ ഇന്റലിജന്റ് ആയ ചോദ്യങ്ങൾ ചോദിച്ചു, അവന്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നൊക്കെയുണ്ട്. പിന്നീട് യേശുവിനെ സ്നാപക യോഹന്നാനിലാണ് നമ്മൾ കാണുന്നത്. 12 മുതൽ ഈ 18 വർഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല. കഥ ഉണ്ടാക്കിയാൽ പോരെ? എന്തിനാ കഥ ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് കഥ ഉണ്ടാക്കാനാണെങ്കിൽ, ഒരു ഉത്തരം നൽകാനായിട്ട് വെറുതെ കഥ ഉണ്ടാക്കാനാണെങ്കിൽ, അപ്പം യേശു എന്ന ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? യേശു എന്ന ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ആ കഥയിൽ തന്നെ ഉള്ളത്. ആ കഥയിൽ തന്നെ ഈ ഗ്യാപ്പിൽ അവർ ഫില്ല് ചെയ്യാൻ നോക്കുന്നില്ല. പകരം അവർ ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കഥ ഉണ്ടാക്കുന്നവർ വേറെ ഉണ്ട്. യേശു ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ പുസ്തകങ്ങളുടെ ചരിത്രം രാഹുലിന് അറിയോ? അത് മാത്യുവും ലൂക്കും അല്ലെങ്കിൽ ജോണും ഇവരെല്ലാം യേശു ക്രിസ്തു അല്ലെങ്കിൽ പോളും ഇവരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും എഴുതിയിടുകയും ഒക്കെ ചെയ്തു. അന്ന് ഈ രീതിയിൽ എഴുത്തില്ലല്ലോ. തങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇന്ന് തന്നെ ഒരു പത്രം കവർ ചെയ്ത, മനോരമ കവർ ചെയ്യുന്ന പോലെ അല്ല ജന്മഭൂമി കവർ ചെയ്യുന്നത്, ജന്മഭൂമി കവർ ചെയ്യുന്നതല്ല ദേശാഭിമാനി കവർ ചെയ്യുന്നത്, ദേശാഭിമാനി കവർ ചെയ്യുന്നതല്ല വീക്ഷണം കവർ ചെയ്യുന്നത്. ഓരോരുത്തരും തങ്ങളുടെ നിലവാരത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ മനസ്സിലാക്കുന്നതിൽ വെച്ച് അവർ കാര്യങ്ങൾ എഴുതി. അപ്പം തങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടു. ഈ തങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടു എന്ന് പറയുന്നതിനും അതിന്റെ വൈവിധ്യവും തന്നെ ഒരാളവിടെ ഉണ്ടെന്നുള്ളതിന് വലിയ തെളിവല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ, അതായത് രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞായിട്ട് ആക്കാൻ പറ്റില്ലല്ലോ. ജീസസ് എന്ന് പറയുന്നത് അവിടുത്തെ വളരെ കോമൺ നെയിമാണ്. അല്ല, ഈശ പുള്ളിയുടെ പേര് ജീസസ് ഗ്രീക്ക് പേരാണ്. പുള്ളിയുടെ പേര് ജീസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസോ ഈശ എന്ന സൗണ്ട് അത് പിന്നെയാണ് ജ ആവുന്നത്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എഴുതിയിടുവോ ആൾക്കാർ? പുള്ളിക്ക് എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് എന്തോ ആത്മീയ ചൈതന്യം എന്ന് പറഞ്ഞ യുക്തിവാദികൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നല്ല പ്രഭാഷണ പാഠം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനൊരു വ്യക്തി ഈ യേശു ഞാൻ ഇനി ഒറ്റ ചോദ്യത്തിൽ ഇത് ഫുള്ള് തീർക്കാം. ഒറ്റ ചോദ്യം, അങ്ങ് കൃത്യമായി സ്പോണ്ടേനിയസ്ലി മറുപടി വരുന്നത് എന്റെ റാപ്പിഡ് ഫയർ ആണ്. സോക്രട്ടീസ് ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. പ്ലേറ്റോ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു? ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ അടക്കമില്ലേ? അതായത് BC 600-ലും 500-ലും 400 ഫിലോസഫീസ് ഉണ്ട്. അതെ, പക്ഷെ അവരില്ലാതെ അങ്ങനെ ഫിലോസഫി ഉണ്ടാവും. അതായത് ബുദ്ധൻ ഉണ്ടായിരുന്നു? ബുദ്ധൻ പല ബുദ്ധന്മാരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ ഒരു ബുദ്ധനില്ലേ? ഈ തുടക്കത്തിൽ ഒരാളില്ലേ? നമ്മൾ പറയുന്ന ബുദ്ധൻ ഗൗതമ ബുദ്ധനാണ്. അതെ, ഗൗതമ ബുദ്ധൻ ഒരാളില്ലേ? ആ ബുദ്ധൻ എൻലൈറ്റഡ് ആയി അദ്ദേഹത്തിന്റെ ഫിലോസഫി പിന്തുടർന്നു. പലരും എൻലൈറ്റഡ് ആയി. ചോദ്യം എന്താണെന്നറിയോ? എന്തിനാണ് ഈ കഥകളിൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് വാശി പിടിക്കേണ്ട ആവശ്യം? തിരിച്ചാണ്, ഈ ഹിസ്റ്ററിയിൽ കഥകളുണ്ട്. യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വിശ്വസിക്കാത്തതുകൊണ്ട് യൂദാസ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് നിന്നിട്ട് പോലും യേശുവിനെ തിരിച്ചറിയാതെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്താണെന്ന് പറയുന്നുണ്ട്. ഈ യൂദാസിന്റെ വെള്ളിക്കാശ് എന്റെ ഇരിപ്പുണ്ടെന്നാണ് മോൺസൺ മാവുങ്കൽ പറയുന്നത്. നാളെ മോൺസൺ മാവുങ്കൽ കള്ളമായതുകൊണ്ട് യൂദാസ് ഇല്ലാത്തതുകൊണ്ട് യേശു ഇല്ല എന്ന് പറയാൻ പറ്റൂ? അപ്പൊ എന്റെ ചോദ്യം, BC 400-ലും 500-ലും ജനിച്ച അരിസ്റ്റോട്ടിൽ ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, പിന്നെന്താ സോക്രട്ടീസ് ഉണ്ട്, BC 500 ജനിച്ച ബുദ്ധനുണ്ട്, BC 450-ലോ 500-ലോ ജനിച്ച മഹാവീരനുണ്ട്.
ഇതിനൊക്കെ ശേഷമുള്ള യേശു ഇല്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അലക്സാണ്ടർ പോലും ശേഷമാണ് യേശു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും ശേഷമാണ് യേശു. അതാണ് ഇതിലത്തെ തമാശ. എന്താന്ന് പറഞ്ഞാൽ ഇത്ര കാലം മുമ്പ് വരെയുള്ള ആളുകളുടെ ഹിസ്റ്റോറിക് ഡോക്യുമെന്റേഷൻ ഉണ്ട്. അല്ല, ഈ എന്ത് ഡോക്യുമെന്റേഷൻ ആണ്? യേശു ക്രിസ്തുവിന് ആധാർ ഉണ്ടാവും? അല്ല, എന്ത് ഡോക്യുമെന്റേഷൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവണല്ലോ ആ കാലത്ത്. അല്ല, വേണമെന്നില്ല. ഈ 33 വയസ്സ് വരെ മാത്രം ജീവിച്ച, 30 വയസ്സിൽ പ്രചരണം തുടങ്ങിയ, അല്ലെങ്കിൽ ഗോസ്പൽ മിനിസ്ട്രി തുടങ്ങിയ സ്നാപക യോഹന്നാന് ശേഷമാണ് യേശുവിനെ പ്രോമിനന്റ് കാണുന്നത്. ഈ 3 വർഷം ജീവിച്ച വ്യക്തി ലോക ചരിത്രം രണ്ടായി പതുക്കുന്ന പോയിന്റാണ്. ഈ മനുഷ്യനെ കുറിച്ച് എന്ത് ഡോക്യുമെന്റ് എവിഡൻസ് ആണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥ ഞാൻ പറയാം. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഇപ്പൊ അങ്ങ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എടുത്ത് പറയാം. ഞാൻ ഈ താർക്കികനായോണ്ട്, ഞാൻ ശരിക്കും താർക്കിക്കാറില്ലെങ്കിലും കോർ താർക്കികനായോണ്ട് താങ്കൾ പറഞ്ഞതിൽ ഒരു വാക്ക് പോലും ഉണ്ട്. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് ഇവരുടെ പേര് ചേർക്കാൻ ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നതെന്ന്. കഥ അത് ബൈബിളിലുള്ള സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ? ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടല്ലേ പുള്ളിയുടെ പേര് ചേർക്കാൻ പോകുന്ന ആവശ്യമുള്ളൂ. കുറെ കാര്യങ്ങള് അതിശയോക്തി വരും. ഞാനൊരു പുസ്തകം എഴുതുന്നു. ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു. ആര് പറയുന്നു? ഞാൻ തന്നെ, ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഞാൻ പറയുന്നു എന്റെ അളിയൻ ദൈവമാണെന്ന് പറയുന്നു. ഇതിന്റെ പ്രൂഫും ആ പുസ്തകം തന്നെ. അല്ല, അതെങ്ങനെയാവും? അവിടെയാണ് ഞാൻ ചോദിച്ചത്. യേശു ക്രിസ്തുവിന്റെ അളിയനല്ല പുസ്തകം എഴുതിയത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. യേശു ക്രിസ്തുവിന്റെ കാര്യം പലരും, ഞാൻ ഈ വാദഗതി നെറ്റ്ഫ്ലിക്സിൽ ചില ഡോക്യുമെന്ററീസ് ആയിട്ട് പോലും വരുന്നുണ്ട്. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല. ഇത് പറയുന്നതിന്റെ സ്ഥാപിത താല്പര്യം എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ഫിഗറിനെ ഡൈല്യൂട്ട് ചെയ്യുക. ഈ മതങ്ങളിൽ കുറെ മൂല്യങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കോറ് കുറെ മനുഷ്യരാണ്. ആ മനുഷ്യരില്ലെന്ന് തെളിയിക്കുന്നതിലൂടെ അവർക്കുള്ളിൽ ഒരു ഡയല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. സോക്രട്ടീസിനെ അംഗീകരിക്കും, പ്ലേറ്റോയെ അംഗീകരിക്കും, അരിസ്റ്റോട്ടലിനെ അംഗീകരിക്കും, ഫിലിപ്പ് ഓഫ് മാസിഡോണിയ അലക്സാണ്ടറുടെ അച്ഛനെ അംഗീകരിക്കും, അലക്സാണ്ടർ ആക്രമിച്ചു എന്ന് അംഗീകരിക്കും, ബുദ്ധനെ അംഗീകരിക്കും, ജൈനെ അംഗീകരിക്കും. പക്ഷേ യേശു ക്രിസ്തു ഇല്ല. കാര്യം എന്തുകൊണ്ടാ? ബുദ്ധനെയും ജൈനെ അംഗീകരിച്ചതിലെ പ്രശ്നമില്ല, അവരൊക്കെ നിരീശ്വരവാദ ലൈൻ്റെ കൂടെ ചേർന്ന് പോകുന്നവരാ.